വെൽക്കം രേണു സുധി. അപ്പോൾ പൂരം കൊടിയേറി മക്കളെ. രേണു സുധി എന്ന് പറയുന്ന അവതാരം ഇതാ ബിഗ് ബോസ് എത്തിയിരിക്കുകയാണ്. ഏതായാലും രേണു സുധി എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കാരണം എല്ലാവരും ഹൈപ്പ് കൊടുത്തുകൊണ്ട് അവസാനമായി രേണു സുധിയെ ബിഗ് ബോസിൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും വലിയ ഒരു വാം വെൽക്കം തന്നെയാണ് രേണു സുധിക്ക് ബിഗ് ബോസ് ഹൗസിൽ ലഭിച്ചത്. അപ്പാനി ശരത്തിന് പോലും കിട്ടാത്ത ഒരു തുടക്കവും അതുപോലെ തന്നെ ഒരു വാം വെൽക്കവും എല്ലാം തന്നെ നമ്മുടെ രേണു സുധിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. തീർച്ചയായിട്ടും രേണു സുധി ബിഗ് ബോസ് പൊളിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കഴിഞ്ഞ കാലത്ത് ചെറിയ സമയം കൊണ്ട് തന്നെ അവരൊരു കണ്ടന്റ് ക്രിയേറ്ററായി മാറുകയായിരുന്നു. കാരണം എന്ന് പറയുന്നത് അവരുടെ ഏക ലക്ഷ്യം ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു. അതിന് തന്നെ വേണ്ടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം തന്നെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ മലയാള സോഷ്യൽ മീഡിയ കീഴടക്കാൻ രേണു സുധിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. അത് മുതലാക്കിക്കൊണ്ട് രേണു സുധി അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഓരോ സമയവും ഓരോ ആഴ്ചയും എന്ന് വേണമെങ്കിൽ പറയാം പുതിയ ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടും ഒരു സ്റ്റാൻഡ് സോഷ്യൽ മീഡിയയിൽ ക്ലിയർ ചെയ്ത് നിലനിർത്താൻ വേണ്ടിക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ രേണു സുധിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ ഓളം തന്നെ മുതലെടുക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് സീസൺ 7 തുടക്കത്തിൽ തന്നെ നമ്മുടെ രേണു സുധിയെ ഒരു വാം വെൽക്കത്തോടു കൂടിയാണ് നമ്മുടെ മോഹൻലാൽ അതിലേക്ക് ആനയിച്ച് കൊണ്ടുപോയത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായി രേണു സുധിയെ ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്ന ലാലേട്ടൻ്റെ ആ സീൻ ഒന്ന് കാണാം. വെൽക്കം രേണു സുധി. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും പൊളിച്ചടുക്കി മക്കളെ എന്ന് വേണം പറയാൻ. രേണു സുധി അസാധ്യമായ വൈഭവത്തോടു കൂടി അതാ അഭിനയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട. ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ മിക്കവാറും ആദ്യമല്ലെങ്കിലും 2 ആഴ്ച തീർത്ത് നിൽക്കാൻ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ രേണു സുധിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം. കാരണം അത്രയ്ക്ക് നല്ല അഭിനയമാണ് രേണു സുധി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന എല്ലാ വിവരങ്ങളും. നമുക്ക് ആദ്യമായി കണ്ട എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് നല്ല ഒരു എൻ്റർ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ രേണു സുധിക്ക് കൊടുത്തത് എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒന്ന് രേണു സുധിയെ ഒന്ന് ട്രോളാൻ കിട്ടിയ ഒരു അവസരം നമ്മുടെ ലാലേട്ടൻ മുതലാക്കി എന്ന് വേണം പറയാൻ. അതുകൂടി ഒന്ന് കാണാം. നമസ്കാരം. വെൽക്കം. എന്താണ് വിശേഷം? ഒരുപാട് സന്തോഷം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ആണല്ലേ? ലാലേട്ടനും ട്രോളുന്നത് നിങ്ങൾ കണ്ടു കാണും. ലാലേട്ടൻ പറയുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണു ചുതിയാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. വളരെ സത്യമാണ്. കാരണം ചെറിയ കാലയളവിൽ ഞാൻ പറഞ്ഞ മാതിരി ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി രേണു സുധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിന് കാട്ടിക്കൂട്ടാത്ത ഒരു കോപ്രായങ്ങളും ഇനി ജീവിതത്തിൽ ബാക്കിയില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ മാധ്യമങ്ങളെയും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എല്ലാം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ രേണു സുധിക്ക് സാധിച്ചു. അതിൻ്റെ ഒരു അന്തിമ ഫലം തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അവരെ അംഗീകരിക്കണം. കാരണം ഒരുപാട് ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്ന് ഏകദേശം 20ഓളം വരുന്ന മത്സരാർത്ഥികളെയാണ് ഈ ബിഗ് ബോസ് സീസൺ 7ലേക്ക് തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും പരിശോധിച്ച് അതിൻ്റെ എല്ലാ കണ്ടന്റും നിർണ്ണയിച്ചതിന് ശേഷമാണ് ഈ അവസാന 20 എന്ന് പറയുന്ന ഈ അക്കത്തിലേക്ക് ബിഗ് ബോസ് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള യോഗ്യത നമ്മൾ രേണു സുധിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളികളൊന്ന് ഞെട്ടുക തന്നെ വേണം. കാരണം അത്രയും താരങ്ങൾ, അത്രയും സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും സ്പോർട്സ് താരങ്ങളും എല്ലാം തന്നെ അപേക്ഷിച്ചു. അവരിൽ നിന്നെല്ലാം 20 എന്ന് പറയുന്ന ചെറിയ സംഖ്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്
രേണു സുധി എന്ന് പറയുന്ന ഈ ആൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒന്ന് അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അവിടെയും ഒരു കാർഡ് ഇറക്കാൻ വേണ്ടി രേണു സുധി തയ്യാറായി. അത് നോക്കാം. തമിഴ്നാട് നിങ്ങൾ കണ്ടില്ലേ, ഒരു അദൃശ്യ ശക്തിയെയും കൊണ്ടാണ് രേണു സുധി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇറങ്ങിയത് എന്നാണ്. അവിടെയും സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കാർഡ് ഇറക്കി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേണു സുധി മറന്നില്ല എന്നുള്ളതാണ്. സുധിച്ചേട്ടൻ ഒരു ഉമ്മയും അതുപോലെ തന്നെ ഞാൻ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ എത്തി സുധിച്ചേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാർഡ് ഇറക്കിയിട്ട് മലയാളികളുടെ ഒരു സ്നേഹവും ഒരു സഹതാപവും എല്ലാം പിടിച്ചു പറ്റാൻ കഴിയും എന്നുള്ള 100% വിശ്വാസത്തിൽ തന്നെയാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് പോയത്. തീർച്ചയായിട്ടും സുധിയോടുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും മലയാളികൾക്ക് രേണു സുധിയോടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് 100% പറയേണ്ടി വരും. കാരണം ഇതുവരെ ഇറക്കി കളിച്ച കാർഡുകളെല്ലാം തന്നെ മോശമായ കാർഡുകളാണ്. അത് വീടായിട്ട് ബന്ധപ്പെട്ടതായാലും അതുപോലെ തന്നെ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂകളായാലും സുധിച്ചേട്ടൻ ദുബായ്ക്ക് പോയതല്ല മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാർഡിറക്കി കളിച്ച വ്യക്തിയാണ് നമ്മുടെ രേണു സുധി. അതിനൊക്കെയുള്ള മറുപടി മലയാളികൾ ഈ ബിഗ് ബോസ് ഹൗസിലൂടെ തന്നെ തിരിച്ചു കൊടുക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. പിന്നെ ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് പറയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ജയിൽ തന്നെയാണ്. ജയിൽ കിട്ടുന്ന ആൾക്കാരുടെ ഊപ്പാട് എളിയിപ്പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിമർശനമായിട്ട് വേണമെങ്കിൽ ഉന്നയിക്കാം. കാരണം നേരെ ഒന്ന് നിൽക്കാനോ ഒന്ന് ഇരിക്കാനോ പറ്റാത്ത കോലത്തിലാണ് ഈ പ്രാവശ്യത്തെ ജയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഈ പ്രാവശ്യത്തെ ജയിൽ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞതാണ്. അതിൽ നേരാംവണ്ണം ഒന്ന് നിൽക്കാൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് പെനാൽറ്റി കിട്ടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വലിയൊരു ശിക്ഷ തന്നെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒന്ന് പണിപ്പുര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ബിഗ് ബോസിൽ 7 ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം മത്സരാർത്ഥികൾക്ക് അവരുടെ കോസ്റ്റ്യൂമും അതുപോലെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പണിപ്പുര. തീർച്ചയായിട്ടും അത് ഈ സീസൺ 7 ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് നമ്മൾ ബിഗ് ബോസിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ബിഗ് ബോസിലെല്ലാം തന്നെ ഉള്ളതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവരുടെ പേരാണ് അനുമോൾ. തീർച്ചയായിട്ടും അനുമോളും രേണു സുധിയും തമ്മിലാണ് ഇപ്പോൾ കടുത്ത മത്സരം ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും രേണു സുധി കപ്പും കൊണ്ടാണ് വരിക അല്ലെ കോപ്പ് കൊണ്ടാണ് വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും സുധിച്ചേട്ടൻ്റെ അവാർഡുകളും കപ്പുകളെയും എല്ലാം ചാക്ക് കെട്ടി മേശക്കടിയിൽ വെച്ച മേശപ്പുറത്ത് രേണു സുധി എന്ന് പറയുന്ന അവതാരത്തിൻ്റെ ബിഗ് ബോസ് കപ്പ് വെക്കാൻ സ്ഥലം ഒഴിച്ചിട്ടാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് പോയത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു വാം വെൽക്കം അവിടെ തന്നെ രേണു സുധിക്ക് കിട്ടി. തീർച്ചയായിട്ടും രേണു സുധി കപ്പും കൊണ്ട് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള എപ്പിസോഡുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും രേണു സുധി എവിടം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇതുവരെയുള്ള ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഒരു വാം വെൽക്കം തന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചും അത് രേണു സുധിയുടെ ജീവിതത്തിൽ ഫസ്റ്റാണ്. അതിനെ സംബന്ധിച്ചും നല്ലൊരു വാം വെൽക്കം തന്നെ രേണു സുധിക്ക് കിട്ടി. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ രേണു സുധി എവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത്. നന്ദി, നമസ്കാരം.